നമസ്കാരം. നളിയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ലഹരി എന്ന മാരക വിപത്തിനെതിരെ സമൂഹം ഐക്യപ്പെടണമെന്നും അത്തരം സംഘങ്ങളെ ഒറ്റപ്പെടുത്തണമെന്നും പൊന്നാനി MLA പി നന്ദകുമാർ അഭിപ്രായപ്പെട്ടു. ഉദിനുപറമ്പ് നാട്ടുകൂട്ടം പൌരസമിതിയുടെ നേതൃത്വത്തിൽ ലഹരി ഗുണ്ട മാഫിയകൾക്കെതിരെ നടത്തിയ ജാഗ്രതാ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ അപമാനകരമാവുന്ന രൂപത്തിലേക്ക് കേരളത്തിന് മുക്തി വരണം. നമ്മുടെ ഉദിനിപ്പറമ്പിനും നമ്മുടെ ചങ്ങരംകുളത്തിൻ്റെ പ്രദേശത്തൊക്കെ മുക്തി വരണം. നിയമപരമായ നടപടികൾ കൊണ്ട് മാത്രം ഇത് അവസാനിപ്പിക്കാൻ കഴിയും എന്ന വ്യാമോഹം എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. നല്ല ജനകീയ കൂട്ടായ്മയും ജനങ്ങളുടെ ഇടപെടലും വേണം. 3 വിധത്തിലാണ് ഇതിൻ്റെ ഇടപെടൽ വേണ്ടത് എന്നാണ് അഭിപ്രായം. സിദ്ദീഖ് സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ നിയമസഭയ്ക്കകത്ത് പ്രതിപക്ഷവും ഭരണകക്ഷവും എല്ലാം യോജിച്ചുകൊണ്ട് തന്നെ വളരെ ശക്തമായ രൂപത്തിലേക്കുള്ള ചർച്ച നടത്തുകയും ഒരുപാട് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. അതിനടിസ്ഥാനത്തിലുള്ള കർശനമായ ചില നടപടികളിലേക്ക് ഗവൺമെന്റ് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രം നിൽക്കുന്നൊരു പ്രശ്നമല്ല ഇത്. നമുക്കറിയാം, ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഈ നർക്കോട്ടിക് കേസ് എടുത്തിട്ട് സംസ്ഥാനം കേരളമാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാരെ ശിക്ഷിച്ച സംസ്ഥാനം കേരളമാണ്. ഏറ്റവും വലിയ എമൗണ്ടിന് ഈ സാധനം അടുത്ത കാലത്ത് പിടിച്ച സംസ്ഥാനം കേരളമാണ്. എന്നിട്ടും കേരളത്തിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ ഇതുള്ളത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുന്നതിൻ്റെ ആപത്തിനെ സംബന്ധിച്ചിടത്തോളം മയക്കുമരുന്ന് ലഹരി സംഘങ്ങളെ സംരക്ഷിക്കുന്ന സമീപനം ഒരു പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവരുതെന്നും തന്റെ പൊതുപ്രവർത്തന ജീവിതത്തിൽ ഇത്തരം സംഘങ്ങൾക്ക് ഒരിക്കലും ശുപാർശ ചെയ്തിട്ടില്ലെന്നും തുടർന്നും അങ്ങനെ തന്നെയാകുമെന്നും MLA കൂട്ടിച്ചേർത്തു. കപ്പൂർ പഞ്ചായത്ത് മെമ്പർ പി ശിവൻ അധ്യക്ഷത വഹിച്ചു. ആലങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KV ഷഹീർ, കപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ, ചങ്ങരംകുളം പൌരസമിതി കൺവീനർ മുജീബ് കോക്കൂർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ P വിജയൻ, സിദ്ദിഖ് പന്താവൂർ, സുബൈർ കോഴിക്കര, ഹസൻ ചിയാനൂർ, ഗീത മഞ്ഞക്കാട്ട്, CN അലി മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. സൂരജ് ഉദിനുപറമ്പ് സ്വാഗതവും വാർഡ് മെമ്പർ ശശി പൂക്കേപ്പുറം നന്ദിയും പറഞ്ഞു. പൊതുസമ്മേളനത്തിന്റെ മുന്നോടിയായി നടന്ന ബഹുജന റാലിക്ക് അബ്ദു ഉദിനുപറമ്പ്, സുധി മഞ്ഞക്കാട്, ഹംസ NK, ഷരീഫ് പൂക്കാത്ത്, ഷാഹുൽ KP എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ്. പട്ടാമ്പി പെരുമുടിയൂരിൽ റെയിൽവേ അടിപ്പാത നിർമ്മാണത്തിന് തുടക്കമായി. പെരുമുടിയൂർ സ്കൂളിന് സമീപത്താണ് അടിപ്പാത നിർമ്മിക്കുന്നത്. ഏറെക്കാലത്തെ ആവശ്യമാണ് ഇവിടെ നടപ്പാക്കാൻ പോകുന്നത്. ഷൊർണൂർ പള്ളിപ്പുറം റെയിൽപാതയിലെ പട്ടാമ്പി പെരുമുടിയൂർ ഓറിയന്റൽ ഹൈസ്കൂളിന് സമീപത്താണ് റെയിൽവേ അടിപ്പാത നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഭയരഹിതമായി ഇതിലൂടെ യാത്ര ചെയ്യുവാനുള്ള സൗകര്യം ഒരുക്കുകയാണ് റെയിൽവേ അടിപ്പാത നിർമ്മാണത്തിലൂടെ. പാത ഇരട്ടിപ്പിച്ചതിനെ തുടർന്ന് നിരവധി അപകട മരണങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇതിനിടെയാണ് റെയിൽവേ ഇതിലൂടെയുള്ള നടത്തം അവസാനിപ്പിച്ചുകൊണ്ടുള്ള നടപടികൾ സ്വീകരിച്ചത്. ഇതിനെതിരെയും വലിയ പ്രക്ഷോഭ പരിപാടികൾ അരങ്ങേറിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് 1.68 കോടി രൂപ ചെലവിൽ റെയിൽവേ തന്നെ അടിപ്പാത നിർമ്മാണത്തിന് അനുമതി നൽകിയത്. ഇതിന്റെ നിർമ്മാണ പ്രവൃത്തികളാണ് ഇപ്പോൾ ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. VK ശ്രീകണ്ഠൻ MP ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടലും ഇതിന് സഹായകരമായി. മെട്രോമാൻ E ശ്രീധരന്റെ സഹായവും ഇതിന് ലഭിച്ചിട്ടുണ്ട്. വലിയ പ്രതീക്ഷയോടെയാണ് പ്രദേശവാസികൾ അടിപ്പാത നിർമ്മാണത്തെ നോക്കിക്കാണുന്നത്. പട്ടാമ്പി പുലാമന്തോൾ പാതയിലെ വള്ളൂരിൽ ബൈക്ക് ടാങ്കർ ലോറിയിലിടിച്ച് വിദ്യാർത്ഥിനി മരിച്ചു. ഏലംകുളം മുതുകുറിശി സ്വദേശി ഫാത്തിമ അൻസിയാണ് മരിച്ചത്. പട്ടാമ്പി പുലാമന്തോൾ പാതയിലെ വള്ളൂർ 2ാം മൈൽസിലാണ് ബൈക്ക് ടാങ്കർ ലോറിയിലിടിച്ച് വിദ്യാർത്ഥിനി മരിച്ചത്. മലപ്പുറം ഏലംകുളം മുതുകുറിശി സ്വദേശിനി എറേത്ര വീട്ടിൽ ഫാത്തിമ അൻസിയാണ് മരിച്ചത്. പെരിന്തൽമണ്ണയിലെ മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസിലെ ഡിപ്ലോമ വിദ്യാർത്ഥിയാണ്. ബൈക്കിലൊപ്പമുണ്ടായിരുന്ന സുഹൃത്ത് കൊണ്ടോട്ടി സ്വദേശി ഷമീർ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. കൊപ്പം ഭാഗത്തു നിന്നും പട്ടാമ്പി ഭാഗത്തേക്ക് വരികയായിരുന്ന ബൈക്ക് മുന്നിൽ പോകുകയായിരുന്ന ലോറിയിൽ ഇടിച്ചായിരുന്നു അപകടം സംഭവിച്ചത്. പരിക്ക് പറ്റിയ അൻസിയെ ആദ്യം പട്ടാമ്പിയിലെ ആശുപത്രിയിലും തുടർന്ന് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിക്കുകയായിരുന്നു. എങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. ഉമ്മറുദ്ദീനാണ് പിതാവ്, സുലേഖയാണ് മാതാവ്. അബ്ദുൽ ഹക്കീം, ഹബീബ് റഹ്മാൻ എന്നിവർ സഹോദരങ്ങളാണ്.
വടക്കാഞ്ചേരി ചാലിക്കുന്നിൽ തീപിടുത്തം. ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയോരത്ത് വടക്കാഞ്ചേരി മേൽപ്പാലത്തിന് സമീപത്തെ കുന്നിൻ മുകളിലാണ് തീ പിടിച്ചത്. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് വടക്കാഞ്ചേരി ഫയർഫോഴ്സ് തീയണച്ചത്. തീപിടുത്തത്തെ തുടർന്ന് സംസ്ഥാന പാതയിൽ ഗതാഗതക്കുരുക്കും അനുഭവപ്പെട്ടു. പട്ടാമ്പി മണ്ഡലത്തിലെ റബ്ബറൈസ് റോഡുകളുടെ നവീകരണത്തിന് നടപടികളാകുന്നു. ഇതിന്റെ ഭാഗമായി പട്ടാമ്പി ചെർപ്പുളശ്ശേരി പാതയുടെ നവീകരണത്തിന് 6 കോടി രൂപയുടെ അനുമതി ലഭിച്ചതായി മുഹമ്മദ് മുഹസിൻ MLA അറിയിച്ചു. നമ്മുടെ നിലവിലുള്ള റോഡുകൾ BMBC ചെയ്ത് കുറേ വർഷങ്ങളായിട്ടുള്ള റോഡുകൾ ചെറിയ രീതിയിലൊക്കെ തകരാൻ സാധ്യതയുള്ള റോഡുകൾ ഓവർലേ ചെയ്തുകൊണ്ട് ഇനിയും വർഷങ്ങളോളം സംരക്ഷിക്കുന്ന പദ്ധതി ഗവൺമെൻറ് തലത്തിലുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പട്ടാമ്പി മണ്ഡലത്തിൽ നേരത്തെ കൊപ്പം വളാഞ്ചേരി റോഡ് നമ്മൾ BC ഓവർലേ ചെയ്ത് പൂർത്തീകരിച്ചിരുന്നു. അപ്പോൾ മനോഹരമായ റോഡായി അത് മാറി. അതുപോലെ നമ്മുടെ പട്ടാമ്പി ചെർപ്പുളശ്ശേരി റോഡ് നല്ല റോഡാണ്, പക്ഷേ ചെറിയ രീതിയിലൊക്കെ ക്രാക്കും കംപ്ലൈൻറ്റും വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ BC ഓവർലേ ചെയ്ത് കഴിഞ്ഞാൽ അത് മികച്ച രീതിയിൽ ഇനിയും വർഷങ്ങളോളം അത് നിലനിൽക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അത് നവീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ശബരിമല പാക്കേജിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലെയും ചില റോഡുകൾ തിരഞ്ഞെടുത്തുകൊണ്ട് BC ഓവർലേ മാത്രം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതായത് മുകളിലെ ഒരു ലെയർ മാത്രം BC ചെയ്യുന്ന പ്രവർത്തനം. എന്നാൽ ആ റോഡ് നിലനിൽക്കും ഇനി തകരാതിരിക്കാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 6 കോടി രൂപയാണ് ഇപ്പോൾ നമുക്ക് അനുവദിച്ചിട്ടുള്ളത്. നേരത്തെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷനായി 6 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. കൊപ്പം വളാഞ്ചേരി റോഡ് ഇതുപോലെ BC ഓവർലേ ചെയ്തതുപോലെ തന്നെ നമ്മുടെ മണ്ഡലത്തിൽ ഇപ്പോൾ വല്ലപ്പുഴ മുളയങ്കാവ് റോഡ് വളരെ വെള്ളത്തിന് വേണ്ടി പൊളിച്ച് തകർന്നു കിടക്കുകയായിരുന്നു. അതും ഇപ്പോൾ BC ഓവർലേ ചെയ്തപ്പോൾ വളരെ മനോഹരമായ പുതിയ റോഡ് പോലെ ആയിട്ടുണ്ട്. ഈ റോഡും ചെർപ്പുളശ്ശേരി റോഡ് വല്ലപ്പുഴ വരെ പട്ടാമ്പി മണ്ഡലത്തിലെ ഭാഗം ഇതുപോലെ BC ഓവർലേ ചെയ്ത പുതിയ റോഡായിട്ട് നിലനിൽക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. പ്രസിദ്ധമായ ചാലിശ്ശേരി പൂരാഘോഷത്തിന്റെ നടത്തിപ്പിനാവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങളും സഹായ സഹകരണം ഉറപ്പാക്കുന്നതിനുമായി കേന്ദ്ര പൂരാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ യോഗം ചേർന്നു. ഫെബ്രുവരി 28 വെള്ളിയാഴ്ചയാണ് 3 ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്ന 98 ദേശങ്ങളിലെ തട്ടകത്തമ്മയായ പ്രസിദ്ധമായ ശ്രീ മുലയംപറമ്പത്ത് കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷം. 56 പ്രാദേശിക ഉത്സവാഘോഷ കമ്മിറ്റികളാണ് പൂരത്തിൽ പങ്കാളികളാകുന്നത്. ഷൊർണൂർ DYSP R മനോജ് കുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു. എല്ലാ ആഘോഷ കമ്മിറ്റികളും ആന പരിപാലന ചട്ടങ്ങൾ ഉൾപ്പെടെ യോഗ തീരുമാനങ്ങളെല്ലാം കർശനമായി പാലിക്കണമെന്ന് DYSP പറഞ്ഞു. പൂരവാണിഭ ദിവസം റോഡ് തടസ്സം സൃഷ്ടിച്ചുള്ള വാദ്യമേളങ്ങൾക്ക് അനുമതിയില്ല. ക്ഷേത്രവും മെയിൻ റോഡ് സെന്റർ മുതൽ പഴയ വില്ലേജ് ഓഫീസ് വരെ CCTV നിരീക്ഷണവും കേന്ദ്ര പൂരാഘോഷ കമ്മിറ്റി സജ്ജീകരിച്ചിട്ടുണ്ട്. പൂരദിവസം വൈകിട്ട് 6:30 നടക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ 40ഓളം ഗജവീരന്മാർ അണിനിരക്കും. യോഗത്തിൽ കേന്ദ്ര പൂരാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് KK മുരളി അധ്യക്ഷനായി. ഡെപ്യൂട്ടി തഹസിൽദാർ കൃഷ്ണകുമാർ, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഓഫീസർ ബാബു, ചാലിശ്ശേരി പോലീസ് സബ് ഇൻസ്പെക്ടർ ശ്രീലാൽ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ, വാർഡ് മെമ്പർ സുജിത, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഉമ്മർ മൗലവി, BJP പഞ്ചായത്ത് പ്രസിഡന്റ് ശിവശങ്കരൻ, പ്രദീപ് ചെറുവാശ്ശേരി, കേന്ദ്ര പൂരാഘോഷ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ജയൻ കുന്നത്തുപറമ്പ്, ജോയിന്റ് സെക്രട്ടറി പ്രശാന്ത് കല്ലുംപുറം, രക്ഷാധികാരി രാജൻ പുലിക്കോട്ടിൽ എന്നിവർ സംസാരിച്ചു. കേന്ദ്ര പൂരാഘോഷ കമ്മിറ്റി സെക്രട്ടറി MK ശ്രീജിത്ത് പടിഞ്ഞാറേമുക്ക് സ്വാഗതവും ട്രഷറർ സുഷി ആലിക്കര നന്ദിയും പറഞ്ഞു. ചങ്ങരംകുളം വളയംകുളത്ത് റൈസ് മില്ലിലെ മെഷീനിൽ കൈ കുടുങ്ങി യുവതിയുടെ കൈയറ്റു. കക്കിടിപ്പുറത്ത് താമസിച്ചിരുന്ന തടത്തിൽ പ്രേമന്റെ ഭാര്യ 40 വയസ്സുള്ള പുഷ്പയുടെ വലത് കൈയാണ് അറ്റത്. ചൊവ്വാഴ്ച രാവിലെ 10:30യോടെയായിരുന്നു സംഭവം. കഴിഞ്ഞ 2 വർഷമായി മില്ലിൽ ജോലി ചെയ്യുകയാണ് പുഷ്പ. കൊപ്ര ആട്ടുന്നതിനിടയിൽ മെഷീനിൽ കൈ കുടുങ്ങി അറ്റുപോവുകയായിരുന്നു. നാട്ടുകാർ വിവരം അറിയിച്ചതനുസരിച്ച് ചങ്ങരംകുളം പോലീസ് എത്തിയാണ് ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം ചതഞ്ഞ നിലയിൽ മെഷീനിൽ കുടുങ്ങിയ കൈ പുറത്തെടുത്തത്. തുടർന്ന് ചങ്ങരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. നില അതീവ ഗുരുതരമായതിനാൽ പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. പട്ടാമ്പി കൈത്തളി മഹാദേവ ക്ഷേത്രം ശിവരാത്രി ആഘോഷത്തിനൊരുങ്ങി. ബുധനാഴ്ച ക്ഷേത്രത്തിൽ 1 ലക്ഷം നെയ്ദീപം തെളിയിക്കും. തുടർന്ന് ഗായകൻ ശരത്തിന്റെ നേതൃത്വത്തിൽ സംഗീത സാഗരവും ഉണ്ടാകും. പട്ടാമ്പി കൈത്തളി മഹാദേവ ക്ഷേത്രം ശിവരാത്രി മഹോത്സവത്തിന് ഒരുങ്ങി. വെള്ളുവനാട്ടിൽ ശിവരാത്രി നാളിൽ ലക്ഷം നെയ്ദീപം തെളിയിക്കുന്ന ഏക ക്ഷേത്രം കൂടിയാണ് പട്ടാമ്പി കൈത്തളി മഹാദേവ ക്ഷേത്രം. രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളോടെ ചടങ്ങുകൾ ആരംഭിക്കും. വൈകിട്ട് കൊടുങ്ങല്ലൂർ ബോധിക്ഷേത്ര പാരമ്പര്യ മേൽശാന്തി സത്യധർമ്മൻ അടികൾ ലക്ഷം നെയ്ദീപത്തിലെ ആദ്യ ദീപം തെളിയിക്കും. തുടർന്ന് പ്രശസ്ത സംഗീതജ്ഞനും സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവുമായ ശരത് അവതരിപ്പിക്കുന്ന സംഗീത സാഗരവും ഉണ്ടായിരിക്കും. ശിവരാത്രി ആഘോഷങ്ങൾക്കുള്ള എല്ലാ ഒരുക്കങ്ങളും ക്ഷേത്രത്തിൽ പൂർത്തിയായതായി ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് KT കൃഷ്ണദാസ്, ആഘോഷ കമ്മിറ്റി സെക്രട്ടറി
പ്രൊഫസർ UP ജയപ്രകാശ് എന്നിവർ അറിയിച്ചു. കൈത്തലി ശിവരാത്രി നാളിലെ ലക്ഷനേദീപം എല്ലാ വർഷത്തെയും പോലെ ഈ വർഷം ഫെബ്രുവരി 26 ബുധനാഴ്ച ആഹ്ലാദപൂർവ്വം നടത്തുകയാണ്. കൃത്യമായും 6 സോണുകളാക്കി തിരിച്ച് 1,11,111 ദീപങ്ങൾ ജ്വലിക്കത്തക്ക വിധം സംവിധാനം ചെയ്ത് ഗാലറികളിൽ സംവിധാനം ചെയ്ത് സ്ഥിരമായി നമ്മൾ നടത്തിപ്പോരുന്ന വിധത്തിൽ തന്നെ ഈ വർഷവും ആഘോഷം നടത്തുകയാണ്. എല്ലാവരെയും ഞങ്ങൾ ആ സന്ദർഭത്തിൽ ക്ഷേത്രത്തിനകത്തേക്ക് ക്ഷണിക്കുകയാണ്. ഓരോരുത്തരും അവരവരുടെ ആഗ്രഹ നിവൃത്തിക്ക് വേണ്ടി ലക്ഷനേദീപത്തിൽ പങ്കാളികളാകണമെന്ന് ഞങ്ങൾ CPIM നാഗലശ്ശേരി ലോക്കൽ കമ്മിറ്റി അംഗവും KSTA സംസ്ഥാന കമ്മിറ്റി അംഗവുമായിരുന്ന MK നാരായണൻ മാസ്റ്ററുടെ അനുസ്മരണം നടത്തി. പിലാക്കാട്രിയിൽ നടത്തിയ പരിപാടി പ്രശസ്ത പ്രഭാഷകൻ ഡോക്ടർ അനിൽ ചേലമ്പ്ര ഉദ്ഘാടനം ചെയ്തു. EML നമ്പൂതിരി അധ്യക്ഷനായി. ചടങ്ങിൽ കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് MSc അപ്ലൈഡ് കെമിസ്ട്രിയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ വി അനഘയെ ഡോക്ടർ അനിൽ ചേലേമ്പ്ര ഉപഹാരം നൽകി അനുമോദിച്ചു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥി പ്രതിഭകളെ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PV പ്രിയ, പുരോഗമന കലാസാഹിത്യ സംഘം ഏരിയ സെക്രട്ടറി K ജനാർദ്ദനൻ എന്നിവർ ഉപഹാരം നൽകി അനുമോദിച്ചു. ജില്ലാ ലൈബ്രറി കൌൺസിൽ അംഗം VP ഐദ്രു, KSTA സംസ്ഥാന സമിതി അംഗം K പ്രസാദ് എന്നിവർ അനുസ്മരണം നടത്തി. അവശരായവർക്കുള്ള ധനസഹായ വിതരണം ഡോക്ടർ ക്യാപ്റ്റർ ലക്ഷ്മി പാലിയേറ്റീവ് സൊസൈറ്റി സെക്രട്ടറി D രാജപ്പൻ, DYFI ജില്ലാ കമ്മിറ്റി അംഗം AK ഷാനിബ് എന്നിവർ വിതരണം ചെയ്തു. വാണിയംകുളം TR KHSS പ്രിൻസിപ്പൽ രാജീവ് കാറൽമണ്ണ കാവ്യാലാപനം നടത്തി. അനുസ്മരണ സമിതി ചെയർമാൻ K പരമേശ്വരൻ, കൺവീനർ VP രാജൻ, T ജയദാസ്, M രജിഷ എന്നിവർ സംസാരിച്ചു. CCTV ന്യൂസ്. കാരണം ഈ വിദ്യാഭ്യാസത്തിന്റെ സംസ്കാരം പല വഴിയിലൂടെ എല്ലാവരിലേക്ക് എത്തിയിട്ടുണ്ട്. സംഘടനാ പ്രവർത്തനത്തിലൂടെ, സമരങ്ങളിലൂടെ എല്ലാം ഈ സംസ്കാരം എത്തിച്ചേർന്നിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മുടെ കാരണവന്മാരൊക്കെ സ്കൂൾ പഠിച്ചിട്ടില്ലെങ്കിലും അവർക്ക് ലോകത്തെപ്പറ്റി വലിയ ധാരണകൾ ഉണ്ടായിരുന്നു. ആ ധാരണകൾ ആരുണ്ടാക്കിയത്? ഇവിടുത്തെ കർഷക പ്രസ്ഥാനം, ഇവിടുത്തെ ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ. അത് നിരന്തരം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുമ്പോൾ ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേൾക്കുന്ന ആളുകൾ, ഇങ്ങനെ എത്ര പൊതുയോഗങ്ങളും യോഗങ്ങളും ആന്ധ്രയിലും രാജസ്ഥാനിലും നടക്കുന്നുണ്ടാവും? ഇല്ല. അതാണ് ഇത്. സ്കൂളിൽ മാത്രമല്ല നടക്കുന്നത്, സ്കൂളിന്റെ പുറത്തിപ്പോ ഞാനൊരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ എത്ര ആളുകൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടാവും ഈ സമയത്ത് കേരളത്തിൽ? അങ്ങനെയാണ് കേരളമാവുന്നത്. അങ്ങനെയുള്ള ക്ലാസ്സുകൾ എത്രയോ കേട്ട ആളായിരിക്കും എന്റെ ശങ്കുണ്ണിയേട്ടൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത് അറിയാം എന്ന് ഞാൻ പറഞ്ഞത്. തിരുവനന്തപുരത്ത് സമരം നടത്തുന്ന ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നാഗലശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പെരിങ്ങോട് സെന്ററിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ പാലക്കാട് DCC ജനറൽ സെക്രട്ടറി P മാധവദാസ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മുരളീധരൻ മൂത്താട്ട് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് KPM ഷെരീഫ്, ഗ്രാമപഞ്ചായത്ത് മെമ്പർ സലീം പെരിങ്ങോട്, ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരായ സെയ്താലി അത്താണിക്കൽ, അസീസ് ആമക്കാവ്, മുഹമ്മദ് മനോജ്, മണ്ഡലം കോൺഗ്രസ് ഭാരവാഹികളായ AP നീലകണ്ഠൻ നമ്പീശൻ, VA ശ്രീനിവാസൻ, ബാലൻ മൂത്താട്ട് തുടങ്ങിയവർ സംസാരിച്ചു. ഇതോടെ നെളിയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.